യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 25-ാം തിരുലിഖിതം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് സുവിശേഷ വേലയിൽ സ്ത്രീകൾക്കുള്ള സ്ഥാനം എന്നതിനെ കുറിച്ചാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 3-ാമത്തെ തിരുലിഖിതം. എൻ്റെ ആത്മസുഹൃത്തെ ക്ലമന്റിനോടും എൻ്റെ മറ്റു സഹപ്രവർത്തകരോടും കൂടെ സുവിശേഷത്തിന് വേണ്ടി എന്നോടൊപ്പം പ്രയത്നിച്ച ആ സ്ത്രീകളെ സഹായിക്കണമെന്ന് ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു. അവരുടെ നാമം ജീവന്റെ പുസ്തകത്തിലുണ്ട്. നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇതാ ദൈവം തന്റെ ആത്മാവിനാൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. എന്നാൽ അനേകർക്ക് വചനം കേൾക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ചിലർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ചിലർക്ക് അനുഭവങ്ങൾ ഉണ്ടാകുന്നില്ല. വിശുദ്ധ ലിഖിതം ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 3-ാം തിരുലിഖിതത്തിലൂടെ പഠിപ്പിക്കുന്നു, കുടില ബുദ്ധി മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അകറ്റിക്കളയുന്നു. ഓ ദൈവമേ, ഇപ്പോൾ കുടില ബുദ്ധിയായിരിക്കുന്ന, കുടിലതയുടെ ബന്ധനത്തിൽ കിടക്കുന്ന ഓരോ ഹൃദയങ്ങളെയും സ്പർശിക്കണമേ. കാൗടില്യ നിമിത്തമുള്ള ബന്ധനങ്ങൾ ഹൃദയങ്ങളിൽ അവിടുന്ന് കഴുകി തെളിഞ്ഞ ബുദ്ധി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 4-ാം തിരുലിഖിതം, പാപത്തിന് അടിമയായ ശരീരത്തിൽ ദൈവത്തിന്റെ ജ്ഞാനം പ്രവേശിക്കുന്നില്ല, കപട ഹൃദയത്തിൽ അത് വസിക്കുന്നുമില്ല. ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം തിരുലിഖിതം. ഹോസിയ പ്രവചനത്തിൽ 5-ാം അധ്യായം 4-ാം തിരുലിഖിതം. തങ്ങളുടെ ദൈവത്തിന്റെ അരികിലേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവർത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. അവർ തങ്ങളുടെ ദൈവത്തെ അറിയുന്നുമില്ലല്ലോ. വീണ്ടും കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 4-ാം അധ്യായം 3 മുതൽ തിരുലിഖിതങ്ങൾ. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്ന സുവിശേഷം ആർക്കെങ്കിലും നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. എന്തെന്നാൽ ഈ ലോകത്തിന്റെ ദേവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ഓ ദൈവമേ, ഇന്ന് ഈ നിമിഷം ഞങ്ങൾ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് തിന്മകളിൽ വീണിട്ടുണ്ട്. ശ്രദ്ധിക്കാൻ പറ്റാത്ത വിധം, ഏകാഗ്രമാകാൻ പറ്റാത്ത വിധം പല വിചാര വ്യഗ്രത കൊണ്ട് പീഡ അനുഭവിക്കുന്ന ഹൃദയമാണ്. പാപത്തിന്റെയും ശാപത്തിന്റെയും രോഗത്തിന്റെയും തിന്മയുടെയും പൈശാചികതയുടെയും ഒരുപാട് പീഡകൾ ഏൽക്കുന്നതാണ് എൻ്റെ ഹൃദയം. ഈ നിമിഷം വന്ന് എൻ്റെ ഹൃദയത്തെ സ്പർശിക്കണമേ. കണ്ണടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഇന്നു താങ്ങുവാനാകുന്നില്ല, എൻ പാപശാപഭാണ്ഡം ഇന്നു താങ്ങുവാനാകുന്നില്ല. അസ്ഥികൾ പോലും ക്ഷയിച്ചുപോയി, ജീവിതമാകെ തകർന്നുപോയി. അസ്ഥികൾ പോലും ക്ഷയിച്ചുപോയി, ജീവിതമാകെ തകർന്നുപോയി. ദൈവമേ, എങ്കിലും യേശുവേ നീ കനിഞ്ഞ, യേശുവേ മകനായി ഞാൻ മാറിയിടുമേ. യേശുവേ, എങ്കിലും യേശുവേ
പ്രാർത്ഥിക്കുവാൻ യേശുവേ യേശുവേ നീരേകണേ. കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ യേശുവേ കണ്ണു നീരേകണേ. കണ്ണു നീരേകണേ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന, ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ കുടുംബങ്ങളെ കഴുകണമേ കർത്താവേ. അശുദ്ധിയിൽ നിന്ന് കഴുകണമേ കർത്താവേ. അവിശ്വാസത്തിൽ നിന്ന് കഴുകണമേ കർത്താവേ. പൈശാചിക പീഡകളിൽ നിന്നും യേശുവേ അങ്ങയുടെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകി മോചിപ്പിക്കണമേ കർത്താവേ. അന്ധകാരാവൃതമായ ചിന്തകളെ അവിടുത്തെ പരിശുദ്ധ കഴുകി വെടിപ്പാക്കണമേ കർത്താവേ. വലിയൊരു കഴുകൽ കുടുംബങ്ങൾക്ക് നൽകണമേ. ആത്മാക്കളെ കഴുകണമേ കർത്താവേ. ഓരോ കുടുംബങ്ങളെ ഇപ്പോൾ അവിടുന്ന് പരിശുദ്ധി പവിത്രമാക്കണമേ കർത്താവേ. പരിശുദ്ധമാക്കണമേ കർത്താവേ. പരിശുദ്ധിയുടെ അഭിഷേകം നിറയട്ടെ. വചനം കേൾക്കാൻ, പ്രാർത്ഥിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ ഏകാഗ്രത കൊണ്ട് നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ സഹായം ലഭിക്കട്ടെ. ഓരോ ഹൃദയങ്ങളെയും ഈശോയെ സ്പർശിച്ച് സൗഖ്യം നൽകണമേ. വചനത്തിന് വേണ്ടി തുറക്കണമേ. പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുക്രിസ്തുവിൻ്റെ പരസ്യ ജീവിത കാലഘട്ടത്തിലും സഭയുടെ ആദിമ നൂറ്റാണ്ടുകളിലും ഇന്നുവരെ സുവിശേഷ വേലയിൽ യേശുക്രിസ്തു സ്ത്രീകൾക്ക് വളരെ ബഹുമാന്യമായ ഒരു സ്ഥാനം നൽകിയിട്ടുണ്ട് എന്നുള്ളത് സുവിശേഷങ്ങളിൽ നമ്മൾ കാണുകയാണ്. അനേകം സ്ത്രീകൾ യേശുക്രിസ്തുവിനെ അനുഗമിച്ചിരുന്നു. യേശുക്രിസ്തുവിന്റെ വചനങ്ങളെ സ്വീകരിച്ചിരുന്നു. യേശുക്രിസ്തുവിന്റെ വചനങ്ങളുടെ പ്രചാരകരായി ജീവിതം അർപ്പിച്ച് ലോകത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. തിരുസഭയുടെ വളർച്ചയുടെ കാലഘട്ടങ്ങളിലും അനേകം സ്ത്രീകൾ തിരുസഭയ്ക്ക് നെടുംതൂണായി നിന്ന് തിരുസഭയെ ശക്തിപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് ലൂക്കായുടെ സുവിശേഷത്തിലെ 8-ാമത്തെ അധ്യായത്തിൽ 1 തൊട്ട് 3 വരെയുള്ള വചനങ്ങൾ പഠിച്ചുകൊണ്ട് നാം ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനുശേഷം യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു. 12 പേരും അവനോട് കൂടെ ഉണ്ടായിരുന്നു. അശുദ്ധാത്മാക്കളിൽ നിന്നും മറ്റു വ്യാധികളിൽ നിന്നും വിമുക്തരാക്കപ്പെട്ട ചില സ്ത്രീകളും 7 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളും മഗ്ദലന എന്ന് വിളിക്കപ്പെടുന്നവളുമായ മറിയവും ഹെറോദോസിന്റെ കാര്യസ്ഥനായ കൂസായുടെ ഭാര്യ യോവാന്നയും സൂസന്നയും തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്ന മറ്റ് പല സ്ത്രീകളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. 12 സ്ലീഹന്മാർ യേശുവിൻ്റെ കൂടെ നടന്ന് സുവിശേഷത്തിന്റെ ശുശ്രൂഷകളുടെ സാക്ഷികളായപ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുലിഖിതങ്ങൾ പഠിപ്പിക്കുകയാണ്. നിരവധി സ്ത്രീകളും ഈ സുവിശേഷ വേലയിൽ യേശുവിൻ്റെ കൂടെ പങ്കാളികളായിരുന്നു. യേശുവിൻ്റെ സുവിശേഷ വേല കാലഘട്ടത്തിൽ നിരവധി സ്ത്രീകൾ സുവിശേഷ വേലയിൽ യേശുവിനെ സഹായിച്ചിട്ടുണ്ട്, ശ്ലീഹന്മാരെ സഹായിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. 8-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ തിരുലിഖിതം ഹെറോദോസിന്റെ കാര്യസ്ഥനായ കൂസായുടെ ഭാര്യ യോവാന്നയും സൂസന്നയും തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്ന മറ്റു പല സ്ത്രീകളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിരവധി സ്ത്രീകൾ യേശുവിനെയും സ്ത്രീകന്മാരെയും ദൈവരാജ്യ വേലയിൽ തങ്ങളുടെ സമ്പത്ത് നൽകി സപ്പോർട്ട് ചെയ്തിരുന്നു. ഹല്ലേലൂയ. അവരുടെ സുവിശേഷ വേലയിൽ അവർക്ക് ഭവനങ്ങളിൽ വിളിച്ച് വിരുന്ന് നൽകി അനേക കുടുംബങ്ങൾ അവരുടെ സുവിശേഷ വേലയെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുവിശേഷ വേലയിൽ സ്ത്രീകൾ നിർണായകമായ ഒരു പങ്ക് സഭയുടെ ആരംഭ കാലഘട്ടം തൊട്ട് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്.
വിശുദ്ധ പൗലോസ്ലീഹ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിന് ശേഷം വിശുദ്ധ പൗലോസ്ലീഹ സുവിശേഷ വേലയിലേക്ക് ഇറങ്ങുമ്പോഴും അനേകം ബഹുമാന്യരായ സ്ത്രീകൾ ഈ സുവിശേഷ വേലയിൽ പൗലോസ് അപ്പോസ്തലന്റെ കൂടെ ശുശ്രൂഷയ്ക്ക് വ്യാപൃതരാകുന്നുണ്ട്. അനേക ഇടങ്ങളിൽ അവർ സുവിശേഷത്തിന് സാക്ഷികളായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫിലിപ്പിയ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ ഈ കാര്യത്തെക്കുറിച്ച് ഒരു സൂചന നൽകുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുകയാണ്, എൻ്റെ സുവിശേഷ വേലയിൽ സുവിശേഷം പ്രചരിക്കാൻ വേണ്ടി രാപകൽ കണ്ണുനീരൊഴുക്കുകയും അധ്വാനിക്കുകയും ചെയ്ത ആ സ്ത്രീകളെ സഹായിക്കണമെന്ന്, ആ സ്ത്രീകളെ കുറിച്ച് തൻ്റെ പിൻഗാമികളായ സഹ ശുശ്രൂഷകർക്ക് പൗലോസ് ശ്ലീഹ നല്ലൊരു അഡ്രസ്സ് നൽകുകയാണ്. അവർ രാപകൽ സുവിശേഷത്തിന് വേണ്ടി കണ്ണുനീരൊഴുക്കിയവരാണ്, അധ്വാനിച്ചവരാണ്, ഓടി നടന്നവരാണ്. അതുകൊണ്ട് അവരെ നിങ്ങൾ സഹായിക്കണം. കാരണം അവരുടെ പേരുകൾ ജീവന്റെ ഗ്രന്ഥത്തിലുണ്ട്. അവർ സുവിശേഷ വേല ചെയ്തവരാണ്, അവരുടെ പേരുകൾ ജീവന്റെ ഗ്രന്ഥത്തിലുണ്ട്. ശ്ലീഹ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ആ സമരിയ പട്ടണത്തിൽ പ്രവേശിച്ചപ്പോൾ സമരിയ പട്ടണത്തിൽ യേശുക്രിസ്തുവിന്റെ കാര്യത്തെക്കുറിച്ച് വളരെ ശക്തമായി പ്രഘോഷിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് സമരിയക്കാരി സ്ത്രീയാണ്. അതുപോലെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 20-ാം അധ്യായത്തിൽ 11 മുതൽ 18 വരെ വാക്യങ്ങളിൽ മറ്റൊരു സംഭവം കാണുന്നുണ്ട്. യേശുക്രിസ്തു കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പോയി. മഗ്ദലന മറിയമാണ് പ്രഭാതത്തിൽ വന്ന കല്ലറയിൽ നിന്ന്, തോട്ടത്തിൽ നിന്ന് എൻ്റെ ഗുരുവിനെ കാണാനില്ലെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ഗുരുവിനെ അന്വേഷിക്കുന്നത്. മറ്റു സ്ത്രീകന്മാരെല്ലാം പതുക്കെ വരുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ അവർ പല കാര്യങ്ങൾ ചിന്തിച്ചിരിക്കുകയാണ്. യേശുവിനെ അടക്കം ചെയ്ത് ഇനി കല്ലറയിലേക്ക് പോയിട്ട് എന്ത് കാര്യം, അങ്ങനെ അവർ വിഷമിച്ചും വേദനിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ മഗ്ദലന മറിയത്തിന്റെ ഹൃദയത്തിൽ യേശുക്രിസ്തുവിനോടുള്ള വളരെ അടുപ്പവും തീഷ്ണതയും ഉണ്ടായിരുന്നത് കൊണ്ട് അവൾ അവിടെ ഇരിക്കാൻ നിന്നില്ല. നേരെ പരിപുരാ വെളുത്തപ്പോഴേക്കും തൻ്റെ ഗുരുവിനെ അടക്കം ചെയ്ത കല്ലറയുടെ അടുത്ത് വന്നിരിക്കാൻ വേണ്ടി അവൾ ഓടുകയാണ്. അങ്ങനെ വന്നപ്പോഴാണ് ശൂന്യമായ കല്ലറ കാണുന്നത്. അവിടെ നിന്ന് അവൾ തോട്ടത്തിൽ നിന്ന് പൊട്ടിക്കരയുമ്പോൾ യേശു അവൾക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. യേശു പ്രത്യക്ഷപ്പെട്ടിട്ട് ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന കാര്യം ലോകത്തോട് പ്രഘോഷിക്കാൻ വേണ്ടി യേശു ദൗത്യപ്പെടുത്തി അയക്കുന്നത് പത്രോസ്ലീഹയെ അല്ല. യേശു ദൗത്യപ്പെടുത്തി അയക്കുന്നത് ഈ മഗ്ദലനക്കാരി സ്ത്രീയെയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിന്റെ ഉത്ഥാനത്തെക്കുറിച്ച് ആദ്യം അറിഞ്ഞത്, യേശുവിന്റെ ഉത്ഥാനത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞത് മഗ്ദലന മറിയമാണ്, ഒരു സ്ത്രീയാണ്. ഇനി ഈശോ പീലാത്തോസിന്റെ ആ അരമനയിൽ ന്യായവിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുമ്പോൾ വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൽ 19-ാം തിരുലിഖിതം, അവൻ ന്യായാസനത്തിങ്കൽ ഉപവിഷ്ടനായിരിക്കുമ്പോൾ അവന്റെ ഭാര്യ അവന്റെ അടുത്തേക്ക് ആളയച്ച് പറഞ്ഞു, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. നോക്കുക, യേശുക്രിസ്തുവിനെ വിചാരണ ചെയ്യുകയാണ്. പീലാത്തോസ് ആണ് വിചാരണ ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നവൻ. പീലാത്തോസ് യേശുക്രിസ്തുവിന്റെ ന്യായം വിധിക്കുകയാണ്. യേശുക്രിസ്തുവിൽ തെറ്റ് എന്തെങ്കിലും കണ്ടുകൊണ്ട് യേശുക്രിസ്തു യഥാർത്ഥ നീതിമാനാണോ അതോ ഒരു ഫേക്ക് ആണോ, ഒരു കള്ളനാണോ, ഇതിനെക്കുറിച്ച് പീലാത്തോസ് കണ്ടുപിടിക്കാൻ പറ്റാതെ കടന്ന് വിഷമിക്കുമ്പോൾ പീലാത്തോസിന്റെ ഭാര്യയ്ക്ക് സ്വർഗത്തിൽ നിന്ന് വെളിപാട് കൊടുക്കുകയാണ്. നീതിമാനാണ്, യേശു നീതിമാനാണ്. എന്നിട്ട് ഈ പീലാത്തോസിന്റെ ഭാര്യയാണ് ആളയച്ച് പീലാത്തോസിനോട് പറയുന്നത്, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്, അവൻ നീതിമാനാണ്, അവൻ സ്വർഗത്തിന്റെ ആളാണ്, ഇടപെടരുത് എന്ന് പീലാത്തോസിന്റെ ഭാര്യയാണ് സ്വർഗത്തിൽ നിന്ന് വെളിപാട് കിട്ടി പീലാത്തോസിനെ വിവരം അറിയിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെളിപാടുകളുടെയും ദൈവരാജ്യ മഹത്വീകരണത്തിന്റെ കാര്യത്തിൽ യേശുക്രിസ്തുവിന്റെ രാജ്യത്തിൽ സ്ത്രീകൾക്ക് ഒരുപാട് വലിയ സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു രഹസ്യമാണ്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ലോകമെമ്പാടും ഏതാണ്ട് 9,60,60,000 പരം വരുന്ന സിസ്റ്റേഴ്സ് ഇന്ന് തങ്ങളുടെ ജീവിതം അർപ്പിച്ച് കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി രാപകൽ ചത്ത് വേല ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. വൈദികരാകട്ടെ 4,50,000 പരം വരുന്ന വൈദികരെ സഭയിലുള്ളൂ. എന്നാൽ 9,60,000 ഏതാണ്ട് 10 ലക്ഷത്തോളം സഹോദരിമാര് തങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി അർപ്പിച്ച് ഇന്ന് ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങളിലായി മലകളിലും കുന്നുകളിലും താഴ്വാരങ്ങളിലും പട്ടണങ്ങളിലും തീരപ്രദേശങ്ങളിലും ആകാശത്തിലും ഭൂമിയിലും കർത്താവിന് വേണ്ടി വേല ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്നും ഇന്നും യേശുക്രിസ്തുവിന്റെ സഭയോടും സ്വർഗത്തോടും വലിയ തീഷ്ണതയോടെ ദൈവരാജ്യം സ്വീകരിച്ചതിന് ചരിത്രമാണ് സ്ത്രീകളെ കുറിച്ച് സുവിശേഷം പ്രതിപാദിക്കുമ്പോൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. മാത്രമല്ല, ദൈവരാജ്യത്തിന്റെ കെട്ടുപണിയിൽ ഈ സ്ത്രീകൾ വളരെ ശക്തമായി ഇടപെട്ടതുപോലെ തന്നെ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്ക്
വലിയ ഈടുറ്റ സംഭാവന നൽകാനുള്ള വലിയ യുഗപ്രാഭവന്മാരെ സമ്മാനിച്ചതും ഈ സ്ത്രീകളുടെ പ്രാർത്ഥന കൊണ്ട് കണ്ണുനീര് കൊണ്ടുമാണ്. വിശുദ്ധ പൗലോസ്ലീഹ തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 3 മുതൽ 5 വരെ തിരുലിഖിതങ്ങൾ. അവിടെ നമ്മൾ പൗലോസ്ലീഹ തൻ്റെ പ്രാണപ്രേഷ്ഠനായ തൻ്റെ ആത്മമിത്രമായ തിമോത്തിയോസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്. തിമോത്തിയോസ് വളരെ ദുഃഖിതനും പിന്മാറ്റത്തെക്കുറിച്ചുള്ള ആ ചിന്തയാൽ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയിലായിരിക്കുമ്പോൾ പൗലോസ്ലീഹ ജയിലിൽ കടന്നുകൊണ്ട് തിമോത്തിയോസിന് ഒരു കത്തെഴുതുകയാണ്. അതാണ് 2 തിമോത്തി 1-ാം അധ്യായം 3 മുതൽ വാക്യങ്ങൾ വായിക്കുന്നത്. രാവും പകലും എൻ്റെ പ്രാർത്ഥനകളിൽ ഞാൻ സദാ നിന്നെ സ്മരിക്കുമ്പോൾ എൻ്റെ പിതാക്കന്മാർ ചെയ്തതുപോലെ നിർമ്മല മനസാക്ഷിയോടുകൂടെ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് നന്ദി പറയുന്നു. നിന്റെ കണ്ണുനീരിനെ പറ്റി ഓർക്കുമ്പോഴൊക്കെ നിന്നെ ഒന്ന് കണ്ട് സന്തോഷഭരിതനാക്കാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. നിന്റെ നിർവ്യാജമായ വിശ്വാസം ഞാൻ അനുസ്മരിക്കുന്നു. നിന്റെ വലിയമ്മയായ ലോവീസിനും അമ്മയായ യൗനിക്കയ്ക്കും ഉണ്ടായിരുന്ന വിശ്വാസം ഇപ്പോൾ നിനക്കും ഉണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്, എൻ്റെ വിശ്വാസം നിനക്കും കിട്ടി എന്നെനിക്ക് ബോധ്യമുണ്ട് എന്നല്ല പറയണത്. ഈ തിമോത്തിയോസ് വളരെ ശക്തനും ഒരു ദേശത്തെ സഭയുടെ നേതാവുമാണ്. അങ്ങനെ ആ ദേശത്ത് തിമോത്തിയോസ് എന്ന് പറഞ്ഞ മെത്രാൻ, അല്ലെങ്കിൽ അവിടെ സഭയ്ക്ക് നേതൃത്വമുള്ള നേതാവ് അങ്ങനെ പിടിച്ചു നിൽക്കുന്ന സമയത്ത് അതിൻ്റെ അടിത്തറ എന്താണെന്ന് പൗലോസ് അപ്പോസ്തലൻ അനുസ്മരിക്കുകയാണ്. നിന്റെ വലിയമ്മയായ ലോവീസിനും നിന്റെ അമ്മയായ യൗനിക്കയ്ക്കും ഉണ്ടായിരുന്ന ആ വിശ്വാസത്തിന്റെ ശക്തി നിന്നിലുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ തിമോത്തിയോസിന്റെ വലിയമ്മയുടെ വിശ്വാസവും ഈ തിമോത്തിയോസിന്റെ അമ്മയായ യൗനിക്ക അമ്മയുടെ വിശ്വാസവും, ഇവർ രണ്ടുപേരും ഈ വിശ്വാസം തങ്ങളുടെ മകന് പകർന്നു കൊടുത്ത് തിമോത്തിയോസിനെ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തി. അങ്ങനെ വളരെ ശക്തനായൊരു സുവിശേഷകൻ ലോകത്തിലുണ്ടാകാൻ യൗനിക്കായും ലോവീസും ഈ 2 സ്ത്രീകളുടെ വിശ്വാസം മൂന്നാമതൊരു വലിയ മഹാനേതാവിന് ഈ ഭൂമി ജന്മം കൊടുത്ത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഗസ്തീനോസ് പുണ്യവാളന്റെ കാര്യം എന്താ? ആ മോനിക്ക പുണ്യവതിയുടെ ഉള്ളിലുണ്ടായിരുന്ന വിശ്വാസം. ആ മോനിക്ക പുണ്യവതി വർഷങ്ങൾ 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 കണ്ണുനീരിലും പ്രാർത്ഥനയിലും മുറുകെ പിടിച്ചു നിന്നു. അങ്ങനെ കണ്ണുനീരും പ്രാർത്ഥനയും പരിത്യാഗ പ്രവർത്തികളും ഉപവാസങ്ങളും, ഒരുപാട് പ്രാർത്ഥന, ഒരുപാട് ഉപവാസം, ഒരുപാട് പരിത്യാഗ പ്രവർത്തികൾ ഈ അഗസ്തീനോസ് എന്ന് പറയുന്ന ഈ മഹാവികടബുദ്ധിക്ക് വേണ്ടി, ഈ ബുദ്ധിയുടെ മേൽ ദൈവകൃപ നിറയാൻ വേണ്ടി വിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്ന് ചെയ്ത് അഗസ്തീനോസിന്റെ മേൽ കൃപ കൊണ്ട് അങ്ങോട്ട് നിറഞ്ഞു. അങ്ങനെ ദൈവകൃപ കൊണ്ട് നിറഞ്ഞപ്പോഴാണ് അഗസ്തീനോസ് ലോകത്തിന്റെ പാപത്തിന്റെ ശക്തമായ ആകർഷണ വലയത്തിൽ നിന്ന് ഭേദിച്ച് ദൈവരാജ്യത്തിന്റെ അത്ഭുത ശുശ്രൂഷകനായി രൂപാന്തരപ്പെട്ടത്. വേറൊരു വാക്കി പറഞ്ഞാൽ, ഇന്ന് അഗസ്തീനോസ് എന്ന പേരുള്ള മഹാവിശുദ്ധൻ തിരുസഭയിൽ ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു സ്ത്രീ, ഒരമ്മയുടെ കണ്ണുനീരുണ്ട്, ഒരമ്മയുടെ ഹൃദയമുണ്ട്, ഒരമ്മയുടെ ഒരു സ്ത്രീയുടെ വിശ്വാസമാണ് മഹാനായ അഗസ്തീനോസ് പുണ്യവാളനെ ലോകത്തിൽ നിന്ന് ശക്തിയോടെ വലിയ വിശുദ്ധിയോടെ ഉയർന്നു നിൽക്കാൻ അടിത്തറയായി നിന്ന് പ്രവർത്തിച്ചത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട അമ്മമാരെ, ഇന്ന് ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ വിശ്വാസം സ്വീകരിക്കുകയും നിങ്ങൾ ഈ വിശ്വാസം ആവോള ഹൃദയത്തിൽ നിറച്ച് പ്രവർത്തിക്കുകയും ചെയ്തില്ലെങ്കിൽ ഈ തലമുറയുടെ വിശ്വാസ സ്ഥിതി എന്തായിരിക്കും? അതുപോലെ തന്നെ മറ്റൊരു സംഭവം ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. CNI വിശുദ്ധ കത്രീന ഒരു ഇരുണ്ട യുഗത്തിൽ കടന്ന് സഭ കടന്ന് വലിയ ക്ലേശത്തിൽ ഞെരുങ്ങുമ്പോ മാർപ്പാപ്പ റോമിൽ നിന്ന് പോയി മറ്റൊരു സ്ഥലത്തൊക്കെ താമസിച്ച് മാർപ്പാപ്പയെ റോമിലുള്ളവർ സ്വീകരിക്കില്ല. അങ്ങനെ കടുത്ത ഒരു സങ്കീർണതയിലൂടെ കടന്നു പോകുമ്പോ മാർപ്പാപ്പയ്ക്ക് ശക്തി പകർന്നുകൊണ്ട് നിന്ന് ആരാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കുക. CNI വിശുദ്ധ കത്രീന, ഒരു സ്ത്രീ, ആ സഹോദരിയെ ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായി അഭിഷേകം ചെയ്ത് CNI വിശുദ്ധ കത്രീന, ആ കത്രീനയാണ് മാർപ്പാപ്പയ്ക്ക് ആ സമയത്ത് ഉപദേശങ്ങളും ഗൈഡൻസും നിർദ്ദേശങ്ങളും കൊടുത്ത് മാർപ്പാപ്പയെ റോമിലേക്ക് കൊണ്ടുവന്നതും അവിടെ പിന്നെ സഭയുടെ ചരിത്രം ഒന്ന് മാറുന്ന വിധം പുതിയ പുതിയ സംഭവങ്ങൾ ഉണ്ടാകുന്നതും. CNI കത്രീനിലൂടെ ആ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ആത്മാവ് സഭയിൽ ശക്തമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്ത്രീകളുടെ ഹൃദയത്തിൽ ദൈവം നിക്ഷേപിച്ചിട്ടുള്ള വിശ്വാസം വഴി ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്ന വിധം വലിയ സംഭവങ്ങൾ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നിഷേധിക്കാൻ പറ്റാത്തൊരു സത്യമാണ്.
പ്രിയപ്പെട്ട അമ്മമാരെ, ഇന്ന് നിങ്ങൾ ഈ വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആവോളം ആവഹിച്ചെടുത്ത് നിങ്ങളുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ വളർന്ന ഈ മക്കൾ അടുത്ത തലമുറയിൽ എങ്ങനെയായിത്തീരും? നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടിയുള്ള വിശ്വാസത്തിന്റെ നിക്ഷേപം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ സൂക്ഷിക്കണമെന്ന്, നിങ്ങൾ ആവഹിച്ചെടുക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കോൺഗ്രിഗേഷനുള്ള എൻ്റെ പ്രിയപ്പെട്ട സിസ്റ്റർമാരായ സഹോദരിമാരെ, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ആവഹിച്ചെടുക്കുന്ന ഈ വിശ്വാസം വഴി ഈ ലോകത്തിൽ തിരുസഭയുടെ ഓരോ തളരുന്ന സന്താനങ്ങൾക്ക് വേണ്ടി വലിയ ശക്തി പ്രാർത്ഥന വഴിയും ഉപവാസം വഴിയും പരിത്യാഗങ്ങൾ വഴിയും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. സ്ത്രീകളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും തിരുസഭയുടെ ഓരോ കാലഘട്ടങ്ങളിലും വിശുദ്ധിക്കും അഭിഷേകത്തിനു വേണ്ടി ദൈവം വളരെ കാര്യമായി വിലമതിച്ചിട്ടുണ്ട് എന്നുള്ളത് നിഷേധിക്കാനാവാത്ത ഒരു സത്യമാണ്. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്കെല്ലാവർക്കും കരങ്ങൾ ഉയർത്താം. ഓരോ കുടുംബത്തിലും ഓരോ അമ്മമാരും ഓരോ സഹോദരിമാരും ഓരോ സിസ്റ്റർമാരും ഈ ലോകത്തിൽ ദൈവത്തിന്റെ വിശ്വാസത്തിന്റെ ശുശ്രൂഷയുടെ വലിയ ഉപകരണങ്ങളാണ്. അവർ വഴി ലോകത്തിൽ പുതിയ പുതിയ ചരിത്രങ്ങൾ ഉണ്ടാകാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഓരോ അമ്മമാരും വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്, വിശ്വാസത്തിന്റെ അത്ഭുത ശക്തി ആവഹിച്ചെടുക്കണം. അതിനുവേണ്ടി വലിയൊരു അഗ്നി അഭിഷേകവരിലേക്ക് നിറയട്ടെ. ഓരോ അമ്മമാരും വിശ്വാസം കൊണ്ട് നിറയണം. ഓരോ കോൺവെന്റുകളും വിശ്വാസം കൊണ്ട് നിറയണം. ഓരോ സിസ്റ്റർമാരും വിശ്വാസം കൊണ്ട് നിറയണം. ഓരോ യുവതികളും വിശ്വാസം കൊണ്ട് നിറയണം. ഓരോ പെൺകുട്ടികളും വിശ്വാസം കൊണ്ട് നിറയണം. അവർ വിശ്വാസം കൊണ്ട് നിറയുമ്പോൾ അടുത്ത തലമുറ വിശ്വാസത്തിന്റെ അഭിഷേകം ഉണ്ടുറങ്ങുന്ന തലമുറയായി മാറും. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷയെ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളുടെ മേലും ഓരോ അമ്മമാരുടെ മേലും പരിശുദ്ധാത്മാവേ കത്തിപ്പടരണമേ. Holy Spirit, Holy Spirit. പരിശുദ്ധാത്മാവേ, സഹായകനേ, ശക്തീകരിക്കണമേ. ചൂടേകണമേ നിത്യസഹായകനേ. ആത്മാവിനെ അയക്കണമേ എന്നകദാരിത ഒരുങ്ങി. ശക്തി നിറയട്ടെ. ആത്മാവിനെ അയക്കണമേ എന്നകദാരിത ഒരുങ്ങി. അഭിഷേക ശക്തി നിറയട്ടെ. കൃപകൾ ചൊരിയണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. വൻ കൃപകൾ ചൊരിയണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയുടെ അഭിഷേകം നിറയട്ടെ. ജ്ഞാനത്തിന്റെ അഭിഷേകം നിറയട്ടെ. വിശ്വാസത്തിന്റെ അഭിഷേകം നിറയട്ടെ. കൃപയുടെ അഭിഷേകം നിറയട്ടെ. ഉണർവിന്റെ അഭിഷേകം നിറയട്ടെ. കുടുംബ പ്രാർത്ഥനയുടെ അഭിഷേകം നിറയട്ടെ. ബൈബിൾ വായനയുടെ അഭിഷേകം നിറയട്ടെ. കുഞ്ഞുങ്ങളെ വിശ്വാസി വളർത്താനുള്ള അഭിഷേകം നിറയട്ടെ. ജീവിത പങ്കാളിയുടെ മാനസാന്തരത്തിന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം നിറയട്ടെ. കുടുംബത്തിന് വേണ്ടിയുള്ള എല്ലാ വിശ്വാസ കൃപയുടെ നിക്ഷേപങ്ങൾ കൊണ്ട് ഓരോ അമ്മമാരും നിറയട്ടെ. ഓരോ സഹോദരിമാരും നിറയട്ടെ. ദീർഘക്ഷമ കൊണ്ട് നിറയട്ടെ. സഹനശീലം കൊണ്ട് നിറയട്ടെ. സൗമ്യത കൊണ്ട് നിറയട്ടെ. വിശുദ്ധി കൊണ്ട് നിറയട്ടെ. അഭിഷേക ശക്തി കൊണ്ട് നിറയട്ടെ. സഭയ്ക്ക് വേണ്ടിയുള്ള അഭിഷേകങ്ങൾ ഓരോ സഹോദരിമാരും ശക്തമായി ആവർത്തിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഈശോ ആഗതനാകുന്നു നമ്മിൽ, അനുതാപഹൃദയമുയർത്തി സ്വന്തമാക്കാമനുപമനേ. ആഴങ്ങളറിയുന്ന ഈശോ
കരങ്ങളുയർത്തി സ്വന്തമാക്കാമനുപമനേ ആഴങ്ങളറിയുന്ന ഈശോ. ദിവ്യകാരുണ്യ രൂപനായ ഈശോ ഈ അൾത്താരയിൽ എഴുന്നള്ളിരിക്കുന്ന ഈ സമയം ഓരോ കുടുംബങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും തിന്മയുടെയും പാപത്തിൻ്റെയും രോഗത്തിൻ്റെയും ആധിപത്യങ്ങളെ തകർക്കുന്ന വിടുതലിൻ്റെ അഭിഷേക നിമിഷമാണ്. രണ്ട് കരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്തിപ്പിടിക്കാം. നിങ്ങളുടെ കുടുംബത്തിലെ വേദന എന്താണോ, നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന പൈശാചിക പീഡ എന്താണോ, അതിൻ്റെ മേൽ യേശുവിൻ്റെ ശക്തി ഇടിമിന്നൽ പോലെ വ്യാപരിക്കാൻ വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ യേശുവിൻ്റെ നാമത്തെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഇപ്പോൾ സ്വർഗത്തിൽ നിന്നും മിന്നൽ പിണറുകൾ പോലെ സ്വർഗീയ ശക്തി ഓരോ കുടുംബങ്ങളുടെ മേലും സമൂഹങ്ങളുടെ മേലും സ്ഥാപനങ്ങളുടെ മേലും വ്യാപരിക്കട്ടെ. കാലങ്ങളായി, വർഷങ്ങളായി, തലമുറകളായി കുടുംബങ്ങളിൽ ആധിപത്യം പുലർത്തിയിരിക്കുന്ന തിന്മയുടെ ആധിപത്യങ്ങൾ നസ്രായന്റെ നാമത്തിൽ വിട്ടുപോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. രോഗത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ കർത്താവേ. കർത്താവ് യേശുവിനെ നാമം അയക്കുന്നു. കുടുംബങ്ങളിൽ തകർച്ചകളും അതിന്റെ ആധിപത്യങ്ങളും വിട്ടുമാറിപ്പോവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഹൃദയമുയർത്തി സ്വന്തമാക്കാമനുപമനേ ആഴങ്ങളറിയുന്ന ഈശോ.